അമ്പലങ്ങളും പള്ളികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വിഗ്രഹങ്ങൾ ജനിക്കുന്ന സ്ഥലം അങ്ങോട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. കുമാർ തൊളി. കുമാർ എന്ന് വെച്ചാൽ പോട്ടർ അല്ലെങ്കിൽ മൺപാത്രം ഉണ്ടാക്കുന്നവർ. തൊളി എന്ന് വെച്ചാൽ സ്ഥലം. ചെറിയ ഇടുങ്ങിയ വഴികളിൽ ഒരുപാട് കടകൾ. ഇവിടുത്തെ കാറ്റിനാണെങ്കിൽ മണ്ണിൻ്റെയും വൈക്കോലിൻ്റെയും നദിയുടെയും മണം. ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ കൈകൾ 17-ാം നൂറ്റാണ്ട് മുതൽ ഒരേപോലെ തന്നെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ ദുർഗാപൂജയിൽ ഉപയോഗിക്കുന്ന മിക്ക ബിംബങ്ങളും ഇവിടെ നിന്നാണ് ജന്മം കൊള്ളുന്നത്. കൊൽക്കത്തയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങൾക്കും ഇവിടെ നിന്ന് ബിംബങ്ങളെ കയറ്റി അയക്കാം. ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം ഒരു അസ്ഥിയായിട്ടാണ് തുടങ്ങുന്നത്. മുളയിലും വൈക്കോലിലും തീർത്തൊരസ്ഥി. കയറുകൾ കൊണ്ടും നൂറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് കൊണ്ടും കോർത്ത് കെട്ടിയൊരസ്ഥി. जमीन से आता है जो माटी, उसको पहले उसको पोछापोछी करता है, ठीक है. പിന്നെ സാധാരണ കളിമണ്ണുകൊണ്ട് അവൾക്കൊരു രൂപം കൊടുക്കുന്നു. എന്നിട്ട് അവളെ തെരുവോരങ്ങളിലോട്ട് മാറ്റുന്നു. കത്തുന്ന സൂര്യതാപത്തിന് താഴെ പരസ്യമായി അവൾ ഉണങ്ങുന്നു. फिर वो जो ड्राई हो जाएगा, तब जो बेले माटी है तो गंगा से आता है. गंगा से आता है बेला माटी. अच्छा अच्छा अच्छा, माटी है वो सबसे ऊपर डालेगा. പിന്നീട് ഗംഗയിലെ പുണ്യമായ കളിമണ്ണും തുണിയും ചേർത്ത് പുറം രൂപം നൽകും. തുണി ചേർക്കുന്നത് ഭംഗിക്ക് വേണ്ടിയല്ല, ഉറപ്പിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ വെയിലത്ത് കളിമണ്ണ് വിണ്ട് കയറും. അവസാനമാണ് നിറങ്ങൾ വരുന്നത്. ഏറ്റവും അവസാനം വരയ്ക്കുന്നത് കണ്ണുകളും. കാരണം കണ്ണുകൾ വരച്ചു കഴിഞ്ഞാൽ അവൾ കണ്ടു തുടങ്ങും. ബലാത്സംഗം ചെയ്തവരെ സംരക്ഷിക്കുന്ന, അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ അവൾ കണ്ടു തുടങ്ങും. ഇലക്ഷൻ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആവശ്യപ്പെടുന്നവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് അവൾ കാണും. പണമുള്ളവനെ സഹായിക്കുന്ന, പണമില്ലാത്തവനെ ഒരു ട്രയൽ കൂടിയില്ലാതെ വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കുന്ന ഒരു നിയമവ്യവസ്ഥയെ അവൾ കാണും. വർഷങ്ങൾ പോരാടി കിട്ടിയ ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെ അവൾ കാണും. ഇതൊക്കെ ആരാന്ന് എനിക്കറിയോ? ദിസ് ഈസ് റാം മോഹൻ റോയ്, രാജാ റാം മോഹൻ റോയ്. അതറിയില്ല, ഞങ്ങൾ അത്ര കമ്പനി അല്ലായിരുന്നു. വിവേകാനന്ദ ചെരിഞ്ഞിരിക്കുന്നു. വിവേകാനന്ദ കണ്ടില്ല, പൊടി പിടിച്ചിട്ടേ. ഓ, ഞങ്ങളിവിടെ എത്തുന്നത് ഡിസംബർ 31. ജനുവരിയിൽ സരസ്വതി പൂജ ഉള്ളതുകൊണ്ടാണ് കൂടുതലും സരസ്വതി ദേവിയുടെ വിഗ്രഹങ്ങൾ ഇവിടെ കാണുന്നത്. ദുർഗാപൂജ നവംബറിലായതുകൊണ്ട് ദുർഗാദേവിയുടെ വിഗ്രഹങ്ങൾ വളരെ കുറവാണ്. റൈറ്റിൽ കാണുന്നതാണ് മൂത്രപ്പുര. ആണുങ്ങൾക്ക് മാത്രമേ മൂത്രം വയ്ക്കാൻ സ്ഥലമുള്ളൂ. സ്ത്രീകൾ ഡസ് നോട്ട് ഹാവ് എ സ്പേസ് ടു പീ. ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ബോട്ടിലൂടെ പോകണമെന്നുള്ള ആഗ്രഹം ഞാനും കുസുവും ഇപ്പോഴും വിട്ടിട്ടില്ല. പക്ഷേ തൽക്കാലത്തിന് ഒരു ബോട്ട് പിടിച്ച് സ്വാമി വിവേകാനന്ദ ഫൗണ്ട് ചെയ്ത ബേലൂർ മഠത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടുന്ന് അടുത്ത ബോട്ട് പിടിച്ച് ദക്ഷിണേശ്വര കാളി ടെമ്പിളിലോട്ടും. അങ്ങനെ ഇതിനു വേണ്ടി ഞങ്ങൾ ബാഗ് ബസാർ ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നടന്നു നീങ്ങി. നീ കൊച്ചിനോട് എന്താ പറഞ്ഞേ? വലിയ ബ്ലൂം
ആ ഒന്ന് നീന്തുകൂടി ചെയ്തോ? ഹൂഗ്ലി തൊട്ടിട്ട് വരാമെന്ന്. ഷൂസ് നനയ്ക്കരുത്. കുസു തൊട്ടോ? ഒരു പ്രത്യേക തരം ജീവിതം. ഇതെന്ത് കൂടോത്രം? ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വന്നതിന് ശേഷം മനുഷ്യന്മാർക്ക് വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറില്ല. അതിന് നമ്മൾ അവിടെ പോയി നോക്കി. വാക്കം കേട്ടിട്ടില്ല. തിരിച്ചും കൂടെ ആ വാക്കിന് എടാ അതിന് ഒന്ന് ചോദിച്ചു നോക്കാം, അവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടന്നു. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ തന്നെ 2 കൗണ്ടർ ഉണ്ടെന്ന്. മറ്റേ ആണെങ്കിൽ ഫോൺ നോക്കി ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ ഇത് പൈസ ചോദിക്കുന്ന പോലത്തെ സ്വഭാവം. പെട്ടിയടാ, ആ ബ്ലൂ പെട്ടി ദേർ അതാടാ ബാഗ് ബസാർ ജെട്ടിന്ന് പേരെഴുതിയ സാധനടാ. ഇതാണ്, അതായത് അവിടുത്തെ കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ഒരു തവണ വിട്ടത് 4 മണിക്കേ തുറക്കൂ. ഇത് റൈറ്റ് ഇത് മറ്റേ ആൾ നമ്മളെ പറ്റിച്ചു എന്നല്ലേ? ഇവിടെ തന്നെയാണ് വെറുതെ എൻ്റെ കൊൽക്കത്തക്കാരെ സംശയിച്ചാണ്ടല്ലോ. ഇവിടെയാണ് ടിക്കറ്റ്. ഇത് കണ്ണു പിടിക്കുന്നില്ല. അത് ഹൗറയിലോട്ട് പോകാൻ, ഇത് बेलूर मत. जेट्टी सेम आയിരിക്കും അല്ലേ? उसका बोट उधर से मिलेगा ना? ठीक है, ബാ പോ. ചാടിക്കുന്നോ? പറയാൻ സമ്മതിക്കില്ല, കറക്റ്റ് വഴി കൂടി നടക്കാൻ സമ്മതിക്കില്ല. തന്നെ മലയാളി ഫുള്ള് ഡിമോട്ടിവേഷൻ. എന്താ എന്താ ഫുള്ള് സെൻറ്റൻസ്? ഇതെന്താ ഇത്? കല്ലൊക്കെ കെറ്റിച്ച്, കല്ലല്ല തെർമാക്കോൾ. ഓ കിരീടൊക്കെ ഉണ്ട്. വെരി ബിഗ് ചെങ്ങല. കല്ലിടാനാണോ? എനിക്ക് വിശ്വാസമല്ല. ജെട്ടി ബോട്ട് കൂടിയില്ല. ആ അയാൾക്ക് ഭയങ്കര ജാടാ. ഞാൻ മോമുണ്ടോന്ന് വെച്ചപ്പോൾ അയാളെന്തോ പറഞ്ഞു, എനിക്ക് കേട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നടക്ക്. ചായ അടിക്കാനല്ല കുസു, സിറ്റിങ്, ഇരിക്കാൻ ചായ കഴിക്കണം. എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് കഴിയും. 4:30 വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ नहीं पता പതാപതി കുസു അതല്ല, സോറി കൺഫ്യൂഷൻ. 40 ഇപ്പൊ സമയം 3:30 ആയിട്ടേ ഉള്ളൂ. ആ കാണുന്ന സാധനം ഹുഡി, അതാണ് നമ്മുടെ ബോട്ട്. അത് ഹുഡിഘട്ട് പോയി അവിടുന്ന് ബേലൂർമത്ത് പോകും. അതായത് ചായ കുടിക്കുന്ന സമയത്ത് ബോട്ട് മിസ്സായി. പറ, കുറ്റപ്പെടുത്ത്. ശരി, എന്റെ തെറ്റാണ്, സമ്മതിച്ചിരിക്കുന്നു. അല്ല, എന്റെ തെറ്റാണ്. ചായ അടിക്കാൻ പോയപ്പോൾ വണ്ടി മിസ്സായി പോയി. ഫെറി മിസ്സായതുകൊണ്ട് ഞങ്ങൾ ബസ് എടുത്തിരിക്കുന്നു നേരെ ദക്ഷിണേശ്വര ടെമ്പിളിലോട്ട്.
കൊണ്ടിരുന്ന ഫെറീനെ മിസ്സാക്കി. എൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഫെറി ഓക്കെ നോട്ടെ 11 രൂപയുടെ ടിക്കറ്റാണ്. ഫെറിയുടെ ടിക്കറ്റ് എടുത്തിട്ട് ബസ് പോകും. ബസ് സ്റ്റാൻഡ് അതൊന്നും ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ് റോഡാക്കി വെച്ചിരിക്കുക. എൻ്റെ അമ്മച്ചി എന്ത് കുരുത്താടാ ഉറങ്ങുന്നല്ല. അപ്പം കൊൽക്കത്ത ഗവൺമെൻറ്റിൻ്റെ ബുദ്ധിപരമായ തീരുമാനം വെച്ച് ബസ് സ്റ്റാൻഡ് എത്തിയാൽ എല്ലാവരും അറിയണം ബസ് സ്റ്റാൻഡ് എത്തിയെന്ന്. ഉറങ്ങുന്ന ആൾക്കാരും ആരും എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് റോഡ് ചെയ്ത് വെച്ചത്. എങ്ങനെയുണ്ട്? സ്മാർട്ട് ഗവൺമെൻറ് അല്ലേ? ആ കാറ് തട്ടിയത് നല്ല കണ്ടന്റ് കിട്ടിയാണ്. ഇവിടെ വണ്ടികൾ ഏത് സൈഡിലൂടെ വരും. അതുകൊണ്ട് പെഡസ്ട്രിയൻസിന് സേഫായിട്ട് നടക്കാൻ വേണ്ടി ഒരു സ്കൈ വാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലം വരെ ഇതിൽ കയറിയാൽ ട്രാഫിക് ഒന്നും തട്ടാതെ സുഖമായിട്ട് നടക്കാം. ഓ, ഇതാണ് സ്കൈ വാക്ക്. ഇത് അമ്പലം വരെ പോവും. നൈസ്. ബാ ആ പെരുമ്പോക്കാ കുറച്ച് വില ഉണ്ട്. ദക്ഷിണേശ്വര ടെമ്പിൾ വെൽക്കം ബാക്ക് ലൈറ്റർ. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. മൈ ക്ലാസ് ഈസ് മൈ ടെമ്പിൾ. എന്തെങ്കിലും ഓർമ്മയ്ക്കാ? ഭയങ്കര വിലയായിരിക്കടാ. അതാ അവിടെ. പക്ഷെ ഇവിടെ ഒന്ന് കയറി വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ, എനിക്കൊന്നും വേണ്ട. പിന്നെന്തല്ല ഈ കടേൻ്റെ ആളവിടെ. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇതാണ്, മുറത്തിൻ്റെ അകത്തുള്ള ഫേസ് അല്ലേ? യെസ്. എൻ്റെ എനർജിയും തീർന്നു. എനിക്കാണെങ്കിൽ വൈകുന്നേരം ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ കയറാതെ തിരിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങോട്ട് വരണമെങ്കിലാ? നമുക്കെല്ലാം ശരിയാക്കാം. എല്ലാം നാളത്തെ പോലെ ഇരിക്കും. പ്രതീക്ഷ ഒന്നുമില്ല.